കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. എന്താണെങ്കിലും കോടതി ജാമ്യാപേക്ഷ ഇപ്പോൾ ഹർജി പരിഗണിച്ചിരുന്നു. അതാണ് ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ വിധി നാളെ എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻ വരികയാണ്. ഛത്തീസ്ഗഡിൽ നിന്നും പ്രോസിക്യൂഷൻ എതിർപ്പുന്നയിച്ചു എന്നുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ ഛത്തീസ്ഗഡിൽ നിന്നും വരികയാണ്. വാദം ഇന്നത്തേത് കഴിഞ്ഞിരിക്കുകയാണ്. ഇരുവിഭാഗവും വാദം നടത്തിയിട്ടുമുണ്ട്. നാളെ ജാമ്യാപേക്ഷയിൽ വിധി പറയുമെന്നുള്ള നിർണായക വിവരം ഛത്തീസ്ഗഡിൽ നിന്നും വരികയാണ്. പ്രോസിക്യൂഷൻ എതിർപ്പുന്നയിച്ചു എന്നുള്ള ഏറ്റവും നിർണായകമായ കാര്യവും വരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ശരത് ലാലിനോട് ചോദിക്കാം. ശരത്, പ്രോസിക്യൂഷൻ എതിർപ്പ് ഉന്നയിക്കില്ല എന്നുള്ള സാധ്യതകൾ തന്നെയാണ് ഏവരും പറഞ്ഞു വെച്ചിരുന്നത്. നമ്മൾ അതൊക്കെ പ്രകാരം രാജീവ് ചന്ദ്രശേഖരന്റെ അടക്കമുള്ള ബൈറ്റുകൾ കേട്ടതാണ്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിരിക്കുന്നു. ജാമ്യാപേക്ഷയിൽ വിധി നാളെ. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സ്വാഭാവികമായിട്ട് ഇത് പ്രാഥമിക വിവരങ്ങളാണ്. കാരണം കോർട്ടിൻ്റെ അകത്തേക്ക് നമ്മൾക്ക് മാധ്യമങ്ങൾക്ക് NIA കോർട്ട് പ്രവേശനമില്ല. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രാഥമികമാണ്. അത് പുറത്തേക്ക് വന്ന വിവരങ്ങളാണ്. അത് പൂർണ്ണമായിട്ട് നമ്മളെ സംബന്ധിച്ചോളം അതിൽ പൂർണ്ണമായി വ്യക്തത വരേണ്ട അല്പസമയം കൂടി വേണ്ടിവരും. കോടതി അകത്ത് നിന്ന് പ്രോസിക്യൂഷൻ്റെ അല്ലെങ്കിൽ വക്കീലിൻ്റെ ഒക്കെ പുറത്തു വന്നാൽ മാത്രമേ കൂടുതലുള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കക്ഷികളിൽ നിന്നുള്ള നമ്മളെ വിവരമാണ്. അതുകൊണ്ട് ഇതിലിപ്പോൾ ലഭിച്ചിരിക്കുന്ന വാദം പൂർത്തിയായിരിക്കുന്നു. പക്ഷേ ഇരു വിഭാഗങ്ങളും വാദം നടത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ നടത്തിയ വാദം എന്താണ് എന്നതാണ് ഇനി നമുക്ക് വ്യക്തമായിട്ട് അറിയേണ്ടത്. അത് എതിർക്കുകയായിരുന്നു എന്ന കാര്യം എന്നൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിച്ച് പറയാൻ ഇപ്പോൾ തൽക്കാലം കുറച്ചുകൂടി സമയത്തിൻ്റെ ആവശ്യകതയുണ്ട്. ഏതായാലും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ 4 മണിക്ക് കേസ് ഡയറി ഹാജരാക്കുകയും ഇരു വിഭാഗങ്ങളും പ്രോസിക്യൂഷൻ അതേപോലെ തന്നെ കന്യാസ്ത്രീക്ക് വേണ്ടിയ വക്കീൽ, അഭിഭാഷകൻ എന്നിവർ വാദിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ കേസിലെ വിധി പറയാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അത് നാളെയാണ് കേസിലെ വിധി പറയുക. നാളെ NIA കോടതിയുണ്ട്. പ്രാഥമികമായിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ പ്രോസിക്യൂഷൻ വാദിക്കില്ല എന്നാണ് നമുക്ക് ലഭിച്ചിരുന്ന വിവരം. എന്നാൽ പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നു. നേരത്തെ സെഷൻ കോടതിയിൽ പ്രോസിക്യൂഷൻ സത്യവാങ്മൂലം നൽകിയതെങ്കിൽ വാദിച്ചിരുന്നില്ല. എന്നാൽ ഇവിടെ പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട്. അത് ഏത് തരത്തിലുള്ള വാദമാണ് എന്നുള്ളത് അറിയാൻ നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കുന്നുണ്ട്. ഇത് പ്രാഥമിക വിവരം മാത്രമാണ്. NIA കോടതി ആയതുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തനയും അകത്തേക്ക് വിട്ടിട്ടില്ല. അവിടെ നിന്ന് വരുന്ന ചെറിയ വിവരങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. ആ കോടതി മുറിക്കത്തുനിന്നുള്ള അഭിഭാഷകരിൽ നിന്ന് വരുന്ന മുറി ചലനങ്ങളായ വാർത്തകളിലാണ് നമ്മളിപ്പോൾ ഇക്കാര്യം പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രോസിക്യൂഷൻ വാദിച്ചു. അത് അനുകൂലമായിട്ടാണോ വാദിച്ചത്, പ്രതികൂലമായിട്ടാണോ വാദിച്ചത് എന്നതിനെക്കുറിച്ച് വരുന്ന സൂചനകൾ പ്രതികൂലമായിട്ടാണ്. ജാമ്യാപേക്ഷയെ എതിർത്തു എന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. അക്കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. തീർച്ചയായും ശരത്ത്, ഏത് സമയത്താണ് ഇത് പരിഗണിക്കുന്നതും എത്ര സമയം വരെ ഇരു വിഭാഗത്തിന്റെയും വാദം നീണ്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തെല്ലാം അവർ ഉന്നയിച്ചു? പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ഒപ്പം കന്യാസ്ത്രീകളുടെ ഭാഗത്തുനിന്നുമൊക്കെ എന്തെല്ലാം വാദമുഖങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉന്നയിച്ചത്? പെട്ടെന്ന് തന്നെ കേസ് വിധി പറയാൻ, ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ നാളേക്ക് മാറ്റുകയായിരുന്നു. എന്തായിരുന്നു കോടതിയിൽ സംഭവിച്ചത്? വളരെ കാരണം നേരത്തെ കോടതി രാവിലെ 12 മണി കേസ് എടുത്തിരുന്നു. അത് NIA പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട് അനുസരിച്ചിട്ടാണ് കേസ് പരിഗണനക്കെടുത്തത്, ഹർജി പരിഗണനക്കെടുത്തത്. അതിൽ കേസ് ഡയറി ഹാജരാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. 4 മണിക്ക് അതിനുവേണ്ടി വെക്കുകയും ചെയ്തു. അതിന് മുമ്പേ കോടതി തുടങ്ങുന്നതിന് മുമ്പ് NIA പ്രോസിക്യൂട്ടർ നമ്മൾക്ക് അതിൻ്റെ വിഷ്വൽസ് ഉണ്ട്. അദ്ദേഹം നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. അതായത് ഈ കേസിൻ്റെ പ്രധാന ഘടകം കേസ് ഡയറിയാണ്. അത് കണ്ട ശേഷം വാദം തുടങ്ങാമെന്നാണ് കോടതി ജഡ്ജി പറഞ്ഞത്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 4 മണിയോടുകൂടി തന്നെ വാദം തുടങ്ങി. 4 മണിക്ക് വാദം തുടങ്ങി. അല്പസമയം കൊണ്ട് തന്നെ ഈ രണ്ട് കാര്യത്തിലും വളരെ വേഗത്തിൽ തന്നെ ഈ കാര്യത്തിൽ 10 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ എത്തുന്ന 12 മിനിറ്റോളം വാദം നീണ്ടുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് 5 മിനിറ്റ് ആദ്യം ഹർജിക്കാർക്ക് വേണ്ടി വാദം ഉന്നയിച്ചു. അതിനുശേഷം പ്രോസിക്യൂഷൻ വാദം തുടങ്ങി എന്ന് ഇത്രയും വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. മാക്സിമം 12-13 മിനിറ്റിലപ്പുറം വാദം നീണ്ടുനിന്നില്ല. പിന്നെ കോടതി വിധി പറയാൻ മാറ്റി. ഇതിൽ ബജ്രംഗ് ദളിന്റെ അഭിഭാഷകർ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലും നമുക്കിപ്പോൾ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ അല്പസമയം കൂടി പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുന്നതിന് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. NIA കോടതി ആയതുകൊണ്ടാണ് ഈ കാര്യം. ഏതായാലും ശരി ശരത്ത്, എന്താണെങ്കിലും കാര്യങ്ങൾ വ്യക്തമാണ്. എന്താണെങ്കിലും ജാമ്യാപേക്ഷയിൽ വിധി നാളെയുണ്ടാകും. പക്ഷേ കോടതിയിൽ നടന്ന കാര്യങ്ങൾ, വാദമുഖങ്ങൾ ഏത് രീതിയിലായിരുന്നു എന്നുള്ളതിന് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരുന്നു. എന്താണെങ്കിലും വാക്ക് പാലിച്ചില്ല എന്നുള്ള സൂചനകൾ കോടതിയിൽ നിന്ന് വരുന്നു. പ്രോസിക്യൂഷൻ എതിർപ്പുന്നയിച്ചു എന്നുള്ള സൂചനകൾ വരുന്നതാണ് ഏറ്റവും നിർണായകം. ഛത്തീസ്ഗഡിൽ നിന്നും ശരത് ലാലാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.